നമ്മൾ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും തിരികെ വരികയും ചെയ്യുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ചെരുപ്പാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല വീടുകളുടെയും മുന്നിൽ ചെരുപ്പുകൾ എങ്ങനെ കിടക്കുന്നു എന്ന്. ഒരാൾ ഇട്ടെടുത്ത് മറ്റൊരാൾ ഇടും. കുട്ടികളുടെ ചെരുപ്പുകൾ ഒരു ഭാഗത്ത്, മുതിർന്നവരുടെ ചെരുപ്പുകൾ മറ്റൊരു ഭാഗത്ത്. ചിലപ്പോൾ മറിഞ്ഞു കിടക്കും, ചിലപ്പോൾ വാതിലിന് നടുവിൽ തടസ്സമായി കിടക്കും. വീടിന്റെ അകത്ത് എത്ര മനോഹരമായാലും വീട്ടിലേക്ക് വരുന്ന ഒരാൾ ആദ്യം കാണുന്നത് ഈ കാഴ്ചയാണ്. അതിനാൽ ഇന്ന് നമുക്ക് ചെരുപ്പുകൾ വെക്കുന്ന രീതി എങ്ങനെ വീടിന്റെ ഭംഗിയും സൗകര്യവും മാറ്റിമറിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചെരുപ്പുകൾ ഒരിക്കലും വീടിന്റെ പ്രവേശന വാതിലിന്റെ നടുവിൽ കൂട്ടിയിട്ട് വെക്കരുത്. അങ്ങനെ കിടക്കുമ്പോൾ വാതിലിൽ തുറക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടുണ്ടാകും. കാണുന്നവർക്കും അലങ്കോലമായ ഒരു തോന്നൽ നൽകും. അതിന് പകരം വാതിലിന്റെ ഒരു വശത്ത് മാത്രം ചെരുപ്പുകൾ ക്രമമായി വെക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ ചെരുപ്പുകളും പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. ദിവസവും ഉപയോഗിക്കുന്ന ഒരു ജോഡി മാത്രം പുറത്തുണ്ടെങ്കിൽ മതി. ബാക്കി ചെരുപ്പുകൾ ഷൂ റാക്കിലോ അലമാരയിലോ സൂക്ഷിക്കുക. ഇത് വീടിന്റെ മുൻഭാഗം കൂടുതൽ വൃത്തിയുള്ളതായി തോന്നിക്കും. മൂന്നാമത്തെ കാര്യം, ചെരുപ്പുകളെല്ലാം ഒരേ ദിശയിലേക്ക് തിരിച്ചു വെക്കുക. ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ഇങ്ങനെ ചെയ്താൽ വീടിന്റെ മുൻഭാഗം കൂടുതൽ ക്രമമുള്ളതായി കാണപ്പെടും. നാലാമത്തെ കാര്യം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെരുപ്പുകൾ വൃത്തിയാക്കുക. പൊടി, ചെളി, മണ്ണ് എന്നിവ ദിവസേന അടിഞ്ഞുകൂടും. വൃത്തിയുള്ള ചെരുപ്പുകൾ വീടിന്റെ ഭംഗി കൂട്ടും. അഞ്ചാമത്തെ കാര്യം, നല്ല ഷൂ റാക്ക് വാങ്ങാൻ സാധിക്കുന്നവർ വാങ്ങുക. വലിയ വിലയുള്ളതാകേണ്ടതില്ല. മരത്തിലോ മെറ്റലിലോ പ്ലാസ്റ്റിക്കിലോ ഉള്ള ചെറിയ ഷൂ റാക്ക് പോലും വലിയ മാറ്റം സൃഷ്ടിക്കും. ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഒരു വീട്ടിൽ കയറുമ്പോൾ വാതിലിന് മുന്നിൽ ക്രമമായി വെച്ചിരിക്കുന്ന ചെരുപ്പുകൾ, മറ്റൊരു വീട്ടിൽ കയറുമ്പോൾ ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ. ഏത് വീടാണ് കൂടുതൽ മനോഹരമെന്ന് തോന്നുക? മിക്കവരും ആദ്യത്തെ വീടായിരിക്കും തിരഞ്ഞെടുക്കുക. കാരണം വൃത്തിയും ക്രമവും മനുഷ്യരുടെ മനസ്സിൽ നല്ലൊരു ആദ്യ പ്രതീതി ഉണ്ടാക്കുന്നു. ഇനി കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ചെറിയ നിയമം ഉണ്ടാക്കാം. വീട്ടിൽ കയറുന്ന ഓരോരുത്തരും സ്വന്തം ചെരുപ്പ് ശരിയായ സ്ഥലത്ത് വയ്ക്കുക. കുട്ടികളെയും ഇത് ശീലിപ്പിക്കുക. ആദ്യം കുറച്ച് ദിവസങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരും, പിന്നീട് അത് അവരുടെ ശീലമാകും. ഇത് ചെരുപ്പുകൾ മാത്രം ക്രമപ്പെടുത്തുന്ന ശീലമല്ല, ജീവിതത്തിൽ ക്രമം കൊണ്ടുവരുന്ന ഒരു ചെറിയ തുടക്കമാണ്. വീടിന്റെ ഭംഗി കൂട്ടാൻ വലിയ ഇന്റീരിയറുകളോ വില കൂടിയ അലങ്കാരങ്ങളോ മാത്രം വേണ്ട. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റം സൃഷ്ടിക്കും. ചില വീടുകളിൽ മനോഹരമായ ചെടികൾ ഉണ്ടാകും, പക്ഷേ അതിന്റെ മുന്നിൽ ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ. അപ്പോൾ ആ ഭംഗി മുഴുവൻ നഷ്ടമാകും. അതുകൊണ്ട് ചെടികളും വൃത്തിയുള്ള പ്രവേശനവും ക്രമമായി വെച്ച ചെരുപ്പുകളും ചേർന്നാൽ വീടിന്റെ ആദ്യ കാഴ്ച തന്നെ മാറും. ഇനി ഒരു ചെറിയ ടിപ്പായാലോ? മഴക്കാലത്ത് നനഞ്ഞ ചെരുപ്പുകൾ ഉടൻ റാക്കിൽ വയ്ക്കരുത്. അവ ഉണങ്ങിയതിന് ശേഷം മാത്രം വയ്ക്കുക. അല്ലെങ്കിൽ ദുർഗന്ധവും ഫംഗസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർക്കായി ഒരു ചെറിയ സ്ഥലം കൂടി മാറ്റിവെച്ചാൽ കൂടുതൽ സൗകര്യമാകും. ഇത് നിങ്ങളുടെ കരുതലും ക്രമവും കാണിക്കും. ഇന്നു തന്നെ ഒരു പരീക്ഷണം ചെയ്യൂ. വീടിന്റെ മുന്നിൽ എല്ലാ ചെരുപ്പുകളും എടുത്ത് വൃത്തിയാക്കുക. ശേഷം ഒരേ രീതിയിൽ നിരത്തി വയ്ക്കുക. പിന്നീട് കുറച്ചു ദൂരെ നിന്ന് വീടിനെ ഒന്ന് നോക്കൂ. വീടിന്റെ ലുക്ക് എത്രമാത്രം മാറിയെന്ന് നിങ്ങൾ തന്നെ കാണും. വലിയ ചെലവില്ല, കഷ്ടപ്പാടില്ല, പക്ഷേ ഫലം വളരെ മനോഹരമാണ്. വീടിന്റെ സൗന്ദര്യം പലപ്പോഴും വലിയ അലങ്കാരങ്ങളിലല്ല, ഇത്തരം ചെറിയ ശീലങ്ങളിലാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ആദ്യമായി വരുമ്പോൾ അവർ ആദ്യം എന്താണ് കാണുന്നത്? വീടിന്റെ പെയിന്റ് ആണോ? ഹാളിലെ സോഫയാണോ? അല്ല, അവർ ആദ്യം കാണുന്നത് നിങ്ങളുടെ വീടിന്റെ പ്രവേശന ഭാഗമാണ്. ആ പ്രവേശന ഭാഗത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ചെരുപ്പുകൾ. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. വീട്ടിലെത്തുമ്പോൾ ചെരുപ്പ് ഊരി എവിടെയെങ്കിലും ഇട്ടാൽ മതി എന്നാണ് കരുതുന്നത്. എന്നാൽ ചെറിയ ഈ ശീലം തന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ഭംഗിയെയും വൃത്തിയെയും ആദ്യ മതിപ്പിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ഒരു ഗ്രാമത്തിൽ രാഘവൻ എന്ന ഒരാൾ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ശീലമുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ആ വീട്ടിലെ ആളുകളെ കുറിച്ച് അറിയാൻ അദ്ദേഹം ആദ്യം നോക്കുന്നത് വീടിന്റെ മുന്നിലേക്കായിരുന്നു. ഒരു ദിവസം അദ്ദേഹം 2 വീടുകളിൽ പോയി. ആദ്യത്തെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുന്നിൽ ചെരുപ്പുകളെല്ലാം ചിതറിക്കിടക്കുകയായിരുന്നു. ചിലത് വാതിലിന്റെ നടുവിൽ, ചിലത് പടിയിൽ. വീട്ടിലേക്ക് കയറാൻ പോലും ശ്രദ്ധിക്കേണ്ട അവസ്ഥ. വീട്ടിനുള്ളിൽ കയറിയപ്പോൾ അതേ അവസ്ഥ. ഓരോ സാധനവും ഓരോരോ സ്ഥലത്ത്. എന്ത് വേണമെങ്കിലും അന്വേഷിക്കാൻ സമയം പോകുന്നു.
വീട്ടുകാർ നല്ല ആളുകളായിരുന്നു, പക്ഷേ ചെറിയ കാര്യങ്ങളിൽ ക്രമമില്ലായിരുന്നു. അടുത്തതായി അദ്ദേഹം മറ്റൊരു വീട്ടിലെത്തി. ആ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ഷൂ റാക്ക് ഉണ്ട്. അതിൽ ഓരോ ചെരുപ്പും വൃത്തിയായി നിരത്തി വെച്ചിരിക്കുന്നു. വാതിലിന് മുന്നിൽ ചെറിയൊരു ചെടി. നിലം വൃത്തിയായി തുടച്ചിരിക്കുന്നു. അകത്ത് കയറിയപ്പോൾ വീടും അതുപോലെ ക്രമത്തിൽ തന്നെ. ഓരോ സാധനത്തിനും ഓരോ സ്ഥലം. ആരും പരസ്പരം ഉറക്കെ സംസാരിക്കുന്നില്ല. എല്ലാം ശാന്തവും മനോഹരവുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാഘവനോട് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ചോദിച്ചു, നീ വീടിന്റെ മുന്നിൽ ചെരുപ്പുകൾ കണ്ടപ്പോൾ തന്നെ എന്തിനാണ് ചിരിച്ചത് എന്ന്. രാഘവൻ പറഞ്ഞു, ചെരുപ്പുകൾ വെച്ചിരിക്കുന്ന രീതി കണ്ടാൽ ആ വീട്ടിലെ ആളുകൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്യുന്നതെന്ന് പലപ്പോഴും മനസ്സിലാകും. ചെരുപ്പുകൾ മാത്രം ക്രമപ്പെടുത്തുന്നതല്ല, ജീവിതത്തെയും ക്രമപ്പെടുത്തുന്ന ശീലമാണത്. ആ ദിവസം മുതൽ ആ സുഹൃത്തും സ്വന്തം വീട്ടിൽ ഒരു ചെറിയ നിയമം കൊണ്ടുവന്നു. വീട്ടിൽ കയറുന്ന ഓരോരുത്തരും സ്വന്തം ചെരുപ്പ് അതിന്റെ സ്ഥലത്ത് തന്നെ വെക്കണം. ആദ്യം അത് ഒരു ചെറിയ ശീലമായിരുന്നു, പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീടിന്റെ മുന്നിൽ വൃത്തിയായി. പിന്നീട് വീടിനുള്ളിലെ സാധനങ്ങളും ക്രമമായി. കുട്ടികൾക്കും നല്ല ശീലം രൂപപ്പെട്ടു. ഒരു ദിവസം വീട്ടിലെത്തിയ അതിഥി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നല്ല ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പരസ്പരം നോക്കി ചിരിച്ചു. കാരണം ആ മാറ്റം തുടങ്ങിയത് ഒരു ചെറിയ ശീലത്തിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും വലിയ മാറ്റങ്ങൾ തേടിയാണ് നടക്കുന്നത്. പക്ഷേ ജീവിതത്തിലും വീട്ടിലും ഏറ്റവും വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ഇത്തരം ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. ഇനി ചെരുപ്പുകൾ വെക്കുന്ന സ്ഥലവും രീതിയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ വീടിന്റെ ഭംഗിയും ക്രമവും എത്ര മാറുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.